പ്രധാനമന്ത്രിയുടെ ഒരു രൂപരേഖയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു വികസനത്തിൽ പെടുന്നത്? നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങളൊരു മനസ്സിലിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വികസന ചരിത്രത്തിൽ ഒരു സുവർണാധ്യായം രചിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ തിരുവനന്തപുരത്തെത്തി വിവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. വരുംകാലങ്ങളിൽ വരാനിരിക്കുന്ന വലിയൊരു വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു വമ്പൻ വികസന മാതൃക, അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ഇന്ന് മേയർക്ക്. വികസിത കേരളമാണ് നമ്മുടെ ലക്ഷ്യം. അനാവശ്യമായ വിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുകളും നടത്തി സമയം പാഴാക്കുന്നതിന് പകരം വികസനത്തെക്കുറിച്ച് ചിന്തിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് വലത് മുന്നണികൾ ഭരിച്ച അവർ കൊണ്ടുവന്ന വികസനത്തെക്കാൾ അപ്പുറമല്ലേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം വികസനമാണ്. അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ആഹാരം വേണം, കയറി കിടക്കാൻ ഇടം വേണം, ചെയ്യാനൊരു തൊഴിൽ വേണം. ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. ഇവിടെ വ്യവസായങ്ങൾ വരണം, വ്യവസായ വികസന രംഗങ്ങളിൽ മാറ്റം ഉണ്ടാകും. അതാണ് അവർക്ക് ആവശ്യം.